Hello everyone, welcome to Jaify's kitchen. This is Jaify Simon from Jaify's kitchen. I hope that all of you are fine and safe. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ രുചിയോട് കൂടിയ ഹോട്ട് ആൻഡ് സ്പൈസി ഷെസ്വാൻ സോസിൻ്റെ ഒരു അടിപൊളി ഈസി റെസിപ്പി ആയിട്ടാണ്. കടയിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. മാത്രമല്ല മാസങ്ങളോളം ഇത് കേടുകൂടാതെ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാനും കഴിയും. സമയം കളയാതെ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഗ്രാം ഉണങ്ങിയ കാശ്മീരി മുളകും 150 ഗ്രാം എരിവുള്ള ഉണങ്ങിയ മുളകും നന്നായി കഴുകി വൃത്തിയാക്കുക. ഉണങ്ങിയ കാശ്മീരി മുളകിനെ പിരിയൻ മുളകെന്നും പറയാറുണ്ട്. കാശ്മീരി മുളക് സോസിന് വേണ്ടുന്ന കളർ നൽകാനും മറ്റേ മുളക് എരിവിനായുമാണ് നമ്മൾ ചേർക്കുന്നത്. 1 കിലോ സോസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. 1/2 കിലോ സോസാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന അളവിൻ്റെ നേർപാതി ഇൻഗ്രീഡിയൻസ് എടുക്കുക. കഴുകിയ ശേഷം മുളകിൻ്റെ ഞെട്ടെല്ലാം സാധിക്കുന്ന പോലെ കളയാൻ ശ്രമിക്കുക. വായ് വട്ടമുള്ള ഒരു പാത്രമെടുത്ത് മുളകെല്ലാം മുങ്ങിക്കിടക്കുമാറ് വെള്ളമെടുത്ത് വെള്ളം നന്നായി തിളപ്പിക്കുക. വെള്ളം നന്നായി തിളച്ച ശേഷം മുളകെല്ലാം അതിലിട്ട് 20 മിനിറ്റ് കുക്ക് ചെയ്യുക. തവി വെച്ച് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായി കുക്കായ ശേഷം ഒരു സ്ട്രെയിനറിൽ വെള്ളം വാലാൻ വയ്ക്കുക. ഈ മുളകിൻ്റെ സ്റ്റോക്ക് കളയാതെ എടുത്തു വെക്കുക. മുളക് അരയ്ക്കാനും സോസ് ഉണ്ടാക്കുമ്പോഴും എല്ലാം ഇത് ഉപയോഗിക്കാം. മിക്സിയുടെ ജാറിൽ പലതവണയായി മുളകിട്ട് നന്നായി അരച്ചെടുക്കുക. ആവശ്യമെങ്കിൽ മുളകിൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാവുന്നതാണ്. ഒരു പാത്രത്തിൽ 7 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. ഇതിലേക്ക് 3 കുടം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇവ ചേർത്ത് 3 മിനിറ്റ് വഴറ്റുക. ഇതിലേക്ക് നല്ലപോലെ അരച്ചെടുത്ത മുളക് ചേർത്ത് 3 മിനിറ്റ് വഴറ്റുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂൺ ഷുഗർ, ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് 2 മിനിറ്റ് വഴറ്റുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനിഗർ കൂടി ചേർത്ത് ആവശ്യത്തിന് ചില്ലി സ്റ്റോക്ക് കൂടി ആഡ് ചെയ്ത് അടച്ചു വെച്ച് എണ്ണ തെളിയുന്നത് വരെ കുക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. എണ്ണ തെളിയുക മാത്രമല്ല സോസിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ കൂടി എത്തണം. ഇത് അല്പം കൂടി ആകാനുണ്ട്. കുറച്ചു നേരം കൂടി നമുക്കിത് കുക്ക് ചെയ്യാം. നമ്മുടെ ഷെസ്വാൻ സോസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല കളറും അതുപോലെ സോസിൻ്റെ കൺസിസ്റ്റൻസിയും ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറുമ്പോൾ എയർ ടൈറ്റ് ആയ കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. വെള്ളമയമില്ലാത്ത സ്പൂൺ ഉപയോഗിച്ച് മാത്രം സോസ് സെർവ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ള അടിപൊളി സോസാണിത്. പിസ്സ ഉണ്ടാക്കാനും ഷെസ്വാൻ നൂഡിൽസ് ഉണ്ടാക്കാനും ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. ഇത് നിങ്ങൾ വീട്ടിലുണ്ടാക്കിയാൽ കടയിൽ നിന്ന് വാങ്ങാൻ നിങ്ങൾക്ക് തോന്നുകയില്ല. അതിന് ഞാൻ ഗ്യാരണ്ടി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിലൂടെ നമുക്കിനി വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് സ്റ്റേ സേഫ്.